BaBu Monz TeChz സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ Realme 8s എന്ന് പറയുന്ന ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ വീഡിയോ കാണുക. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ, നല്ല മാറ്റ് ഫിനിഷിലെ സ്റ്റാറി ലുക്കിലുള്ള ഇതാണ് വന്നിട്ടുള്ളത്. ഇനി സ്പെസിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ഡിസ്പ്ലേനെ വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് വരുന്നത്. വ്യൂയിങ് ആംഗിൾസ് എല്ലാം നല്ല കൊള്ളാം. 600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലെങ്കിൽ നല്ല ലുക്കിൽ ബ്രൈറ്റ്നസ് എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി പ്രൊസറിനെ പറ്റി പറയാനാണെങ്കിൽ MediaTekൻ്റെ Dimensity 810 എന്ന് പറഞ്ഞ പ്രൊസറാണ് വരുന്നത്. ഫസ്റ്റ് ഫോണാണ് MediaTek Dimensity 810 5G പ്രൊസർ വരുന്നത്. ഓക്കെ, പിന്നെ ഇത് രണ്ട് വേരിയൻസിലാണ് വരുന്നത്. റാം മാത്രമാണ് മാറ്റുള്ളൂ. സ്റ്റോറേജ് 120 GB രണ്ടിലും, ഒന്നിൽ 8 GB ഒന്ന് 6 GB. ഓക്കെ, പിന്നെ ഈ റാം എക്സ്പാൻഷൻ്റെ ഒരു ഫീച്ചറും കൂടി കൊടുത്തിട്ടുണ്ട്. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് 5 GB വെച്ചിട്ട് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇത് 8 GB റാം വരുന്ന ഫോണിൽ മാത്രമാണ് ഈ ഫീച്ചറുള്ളൂ. ഓക്കെ, പിന്നെ ബാറ്ററിനെ പറ്റി പറയാൻ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ട്സും ഡാർക്ക് ചാർജിൻ്റെ അപ്പുറം. പിന്നെ ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ മെയിൻ ക്യാമറ 64 മെഗാപിക്സലിൻ്റെയാണ് ക്യാമറ വരുന്നത്. പിന്നെ 2MP ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് 2MP മാക്രോ ലെൻസും. ഓക്കെ, പിന്നെ LED ഉണ്ട്. ഓക്കെ, പിന്നെ ഫ്രണ്ടിൽ വരുന്നത് നമ്മുടെ സ്വന്തം 16MP ക്യാമറയാണ് വരുന്നത്. അത് കുഴപ്പമില്ലാത്തൊരു ക്യാമറയാണ്, സെൽഫി ക്യാമറ. ഓക്കെ, പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. അതൊരു കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ടൈം വരുന്ന ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്, വേഗം ഇതാവും. ഓക്കെ, പിന്നെ കണക്ടിവിറ്റിയിൽ പറയുകയാണെങ്കിൽ ഈ ഡുവൽ ബാൻഡ് Wi-Fi ആണ് വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് 5.1 ആണ് വരുന്നത്. 5G ഫോണാണ്. പിന്നെ ഡുവൽ 4G വോൾട്ടിയും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Wi-Fi കോളിംഗ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൽ Realme UI 2.0 ആണ് വരുന്നത്. Android 11 ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ലാഗും സംഭവമൊന്നുമില്ല. പക്ഷേ കുറച്ച് ബ്ലോട്ട് വരുന്നുണ്ട് റിയൽമീൻ്റെ. അതുതന്നെ ഇതിലിപ്പോൾ ആഡ്സ് കൂടുതലായിട്ടാണ് വരുന്നത് കാണുന്നത് റിയൽമി ഫോൺസിൽ. ബാക്കി എല്ലാ ഫോൺസും ഇപ്പം കുറച്ചിട്ടാണ് ഉള്ളത് ആഡ്സ്. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ PUBGയിൽ നമുക്ക് HDയിൽ നല്ല 60 FPS അടുത്ത് സ്പീഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വൈഡ് വൈൻ L1 സപ്പോർട്ടും കൂടി വരുന്നുണ്ട്. ഓക്കെ, അതിനെക്കൊണ്ട് സ്ട്രീമിംഗ് കണ്ടൻറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രൈസിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ പ്രൈസാണ് 20,999 രൂപ. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 14% ഓഫിൽ നിങ്ങൾക്ക് 10,999 രൂപക്കാണ് കിട്ടുന്നത്. പിന്നെ ഇത് രണ്ട് കളേഴ്സിലാണ് വരുന്നത്, യൂണിവേഴ്സൽ ബ്ലൂവും യൂണിവേഴ്സൽ പേർപ്പിളും. ഓക്കെ, ഇനി ഓവറോൾ ഈ ഫോണിനെ പറ്റി പറയാനാണെങ്കിൽ ഞാനൊരു കമ്പാരിസൺ വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, Realme 8i എന്ന് പറയുന്ന ഫോണിൻ്റെ പിന്നെ കമ്പയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ Realme 8i എന്ന് പറയുന്ന ഫോണിൻ്റെ പ്രൈസാണ് വരുന്നത് 15,999 രൂപ. അപ്പോൾ ഇപ്പം 12% ഓഫിൽ 13,999 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോൺസിന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ റാമിൻ്റെയും സ്റ്റോറേജും മീൻസ് വേരിയൻസ് രണ്ട് ടൈപ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 8i വരുന്ന വേരിയൻസ് ആണ് 4+64 GB പിന്നെ 6+128 GB. നമ്മൾ 8sൽ 6ഉം 8ഉം റാം മാത്രമേ വ്യത്യാസമുള്ളൂ. സ്റ്റോറേജ് സെയിം ആണ്. ഓക്കെ, പിന്നെ പ്രൊസസ്സറിലാണെങ്കിൽ 8iൽ G96 എന്ന് പറയുന്ന MediaTekൻ്റെ ഹീറോ പ്രൊസസ്സറാണ് വരുന്നത്. കുറച്ച് പഴയതാണ്. നമ്മുടെ ഇതിൽ MediaTek Dimensity 810 പ്രൊസസ്സറാണ് വരുന്നത്. ഓക്കെ, ബാറ്ററി രണ്ടിലും സെയിം ആണ്. ചാർജിങ് മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ക്യാമറയും 8iൽ 50MP ക്യാമറയാണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. ഇതിൽ 64MP ക്യാമറയാണ് വരുന്നത് നമ്മുടെ 8sൽ. ഓക്കെ, പിന്നെ 8i 4G ഫോണാണ്, നമ്മുടെ 8s 5G ഫോണാണ്. ഓക്കെ, രണ്ടിലും Android 11 തന്നെയാണ് വരുന്നത്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ റിയർ ക്യാമറയിൽ രണ്ടിലും 1080pയും 720pയും ഉണ്ട്. പക്ഷേ നമ്മുടെ 8sൽ 30 FPS ഉള്ളൂ, 8iൽ 60 FPS ഉണ്ട്. ഓക്കെ, പിന്നെ റിഫ്രഷ് റേറ്റ് 8iൽ വരുന്നത് 120 Hz ആണ്. ഓക്കെ, നമ്മുടെ 8sൽ 90 Hz വരെയാണ് റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. ഓക്കെ, രണ്ടിലും സ്ക്രീൻ ബ്രൈറ്റ്നസ് എല്ലാം ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇത് രണ്ട് പ്രൈസ് ഡിഫറൻസ് ആണ്. ഓക്കെ, 14,000 രൂപേൻ്റെ ഒരു 8i എന്ന് പറയുന്ന ഫോണിന് 18,000 രൂപേൻ്റെ 8s എന്ന് പറയുന്ന ഫോൺ. ഓക്കെ, അപ്പോൾ ഒരു 4,000 രൂപേൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ഓക്കെ, 4,000 രൂപേൻ്റെ ഡിഫറൻസിൽ ഇതിൽ വെറും റാമും പിന്നെ പുതിയൊരു 810 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറും 5G പ്രൊസസ്സറും പിന്നെ ക്യാമറയിൽ 14MP ക്യാമറ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, വേറൊരു വ്യത്യാസമില്ല രണ്ടിലും. ഓക്കെ, അപ്പോൾ റിയൽമി ഈ കമ്പനീൻ്റെ സൈഡിൽ ഭയങ്കരമായിട്ടൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. എന്താ വെച്ചാൽ ക്യാമറയിൽ വലിയൊരു വ്യത്യാസം ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി റിയൽമി ഫാൻസിന് ആരെങ്കിലും ഈ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല പോയിൻറ്റ്സ് എന്തെല്ലാം പറഞ്ഞുതരാം. ഇതിൽ MediaTekൻ്റെ 810 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പ്രൊസസ്സറാണ് വരുന്നത്. 5G ഫോണാണ്. പിന്നെ ക്യാമറ പ്രൈമറി ക്യാമറ 64MP ആ ക്യാമറ മാത്രമേ നല്ല ക്യാമറ ഉള്ളൂ. ബാക്കി വൈഡും ബാക്കി സംഭവം പോക്കാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ 16MP അതും നല്ല ക്യാമറയാണ്. പക്ഷേ ഈ ക്യാമറയിൽ കളേഴ്സ് കുറച്ച് കോൺട്രാസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൽ 6 nm പ്രൊസസ്സർ ആയതുകൊണ്ട് 5000 mAh ബാറ്ററിയും 33 വാട്ട്സിൻ്റെ ചാർജും ഉള്ളതുകൊണ്ട്
ബാറ്ററി കുറച്ച് കൂടുതൽ നിൽക്കും, മീൻസ് ഫോണിൻ്റെ യൂസേജ് കുറച്ച് കൂടുതൽ നേരത്തേക്ക് നിൽക്കും. ഓക്കെ, പിന്നെ വേറെ ഒരു കാരണമില്ല ഈ ഫോൺ എടുക്കാൻ, നിങ്ങളുടെ പൈസ വെറുതെ ചിലവാക്കുന്നത് പോലെ ആയിരിക്കും. കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫോൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡിസംബർ വരെ കാത്തുണ്ടെങ്കിൽ നല്ലൊരു ഫോൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഫോണിനെ പറ്റി എനിക്കിത് പറയാനുള്ളൂ. 8i എടുക്കരുത്, 8s എടുക്കരുത് ആണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, ബാക്കിയുള്ള നിങ്ങളെ പേടിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബാബു മോൻസ് ടെക്സിലേക്ക്.